വിശദമായ വാർത്തയിലേക്ക്. എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 4 വയസ്സുകാരി പീഡനത്തിന് ഇരയായത് അറിഞ്ഞില്ലെന്ന് അമ്മയുടെ മൊഴി. ഭർത്താവ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നതായി വിവരം കിട്ടി. തന്നെ ഒഴിവാക്കിയാൽ കുട്ടി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയുണ്ടായി. ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നും അമ്മ മൊഴി നൽകി. കൂടുതൽ വിവരങ്ങളുമായി വിനിയ രാജ് ചേരുന്നു. വിനിയ, കുട്ടി പീഡനത്തിന് ഇരയായി എന്നുള്ളത് അറിയില്ലായിരുന്നു എന്നാണ് അമ്മയുടെ മൊഴി. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡിയിൽ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ആലുവ മജിസ്ട്രേറ്റ് കോടതി ഈ അമ്മയെ വിട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അമ്മ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് കുട്ടി പീഡനത്തിനിരയായി എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായത്. താൻ ഈ കുട്ടി പീഡനത്തിന് ഇരയായ കാര്യം തനിക്ക് അറിയില്ലായിരുന്നു. തന്റെ ഭർത്താവിന്റെ ബന്ധുക്കൾ, തന്റെ ഭർത്താവിന്റെ കുടുംബം തന്റെ മകളുടെ മേൽ അധികമായിട്ടുള്ള ഒരു കരുതൽ എടുക്കുന്നുണ്ടായിരുന്നു. അത് തനിക്ക് തീരെ തനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നടക്കമാണ് പ്രധാനമായും ഈ അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ തന്റെ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത താൻ കേട്ടു. അങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ രണ്ടാനമ്മയുടെ കീഴിൽ എന്റെ കുഞ്ഞ് എങ്ങനെ വളരുമെന്നത് എനിക്ക് ആശങ്കയുണ്ടായി. അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയത് നടക്കമാണ് അമ്മ പോലീസിന് നൽകിയ മൊഴി. താൻ ഒരു ദുസ്വപ്നം കണ്ടു. തന്റെ കുഞ്ഞ് രണ്ടാനമ്മയുടെ കൂടെ ജീവിക്കുന്നത് താൻ ദുസ്വപ്നം കണ്ടു. അവൾ കഷ്ടപ്പെടും എന്നതടക്കമാണ് പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് താൻ കൊലപ്പെടുത്തിയത് എന്നാണ് പ്രധാനമായും പോലീസിന് നൽകിയ മൊഴി. തന്റെ ഭർത്താവിനെ കുടുംബ മകളുടെ മേൽ അമിതമായിട്ടുള്ള അടുപ്പം കാണിക്കുന്നത് തനിക്ക് അസ്വസ്ഥപ്പെടുത്തുന്നു എന്നടക്കമാണ് അമ്മ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അമ്മയോട്, ഈ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമ്മയോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ, എന്തിനാണ് ഈ കൊലപാതകം നടത്തിയെന്ന് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ താൻ കൊന്നു എന്നൊരു മറുപടി മാത്രമായിരുന്നു അമ്മ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ പീഡനത്തിനിരയായി എന്നതടക്കം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ കുട്ടി പീഡനത്തിനിരയായി അടക്കം അറിയുന്നതും അതിനുശേഷം ചോദ്യം ചെയ്യലിലൂടെ പ്രതിയെ കണ്ടുപിടിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രതി കുറ്റം സമ്മതിക്കുക, അതായത് അച്ഛന്റെ സഹോദരനാണ് പ്രതി എന്ന് പറയുന്നത്. ഇയാൾ കുറ്റം സമ്മതിക്കുകയും തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുകയുമായിരുന്നു. കഴിഞ്ഞ 1 വർഷത്തോളമായി കുഞ്ഞിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ശാരീരികമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നടക്കം പോലീസിന് അയാൾ മൊഴി നൽകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിനുശേഷമാണ് പോലീസ് ഈ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും അറിയുമായിരുന്നു, അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും തന്റെ കുഞ്ഞ് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുട്ടിയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയതാണോ എന്നടക്കമുള്ള രീതിയിൽ പോലീസ് കേസ് അന്വേഷിച്ച് വരികയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അമ്മ മൊഴി രേഖപ്പെടുത്തിയത്. അമ്മ മൊഴി നൽകിയപ്പോഴാണ് ഈ പീഡന വിവരമൊന്നും തന്നെ തനിക്ക് അറിയില്ലായിരുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ അച്ഛന്റെ സഹോദരനെ ഇന്ന് പോലീസ് സഹോദരന് വേണ്ടി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം റിമാൻഡിൽ അടക്കം ചെയ്തിരുന്നു. ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെല്ലാം കഴിഞ്ഞ ദിവസം വൈദ്യ പരിശോധന അടക്കം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ വിധേയമാക്കും. അതിനുശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങൾ അടക്കം സ്വീകരിക്കുക. ഇനി അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അച്ഛന്റെ സഹോദരൻ ഈ ഒരു പീഡനം നടത്തി അല്ലെങ്കിൽ താൻ പീഡിപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണം ആ ഒരു രീതിയിൽ തന്നെ ഇയാൾക്കെതിരെ കൂടുതൽ നടപടികൾ, പോക്സോ അടക്കമുള്ള രീതിയിൽ തന്നെ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കില്ലേ തീരുമാനം? കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പോക്സോ വകുപ്പുകൾ തന്നെയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. പീഡന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇയാളുടെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇയാളുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ വരുമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഈ അമ്മ പറയുന്നത് പൂർണ്ണമായിട്ടും പോലീസ് വിലക്കെടുത്തിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ അമ്മ ഇനി എന്തെങ്കിലും നുണ പറയുകയാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അത് പ്രധാനമായും ഈ പ്രതിയെ കൂടി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും പ്രതി ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ
അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളടക്കം പറയുകയാണെങ്കിൽ അത് മറ്റൊരു തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാകും. നിലവിൽ പോലീസിനോട് മൊഴി നൽകിയതനുസരിച്ച് തനിക്ക് ഈ പീഡന വിവരം അറിയില്ലായിരുന്നു എന്നാണ് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനി ഈ സഹോദരൻ, അതായത് അച്ഛന്റെ സഹോദരൻ, പ്രതിയായിട്ടുള്ള അച്ഛന്റെ സഹോദരനെ കൂടി മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്കും ഒരു പക്ഷേ ഈ സ്ത്രീക്ക്, അതായത് അമ്മയ്ക്കും പങ്കുണ്ടെങ്കിൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലിലേക്ക് അടക്കം തന്നെ കടക്കുമെന്നാണ് പോലീസ് അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇയാൾക്കെതിരെ നിലവിൽ പോക്സോ വകുപ്പ് തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. 2 പോലീസ് സ്റ്റേഷനുകളിലായും 2 പരാതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. തങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനാണ്, പുത്തൻകുരിശ് പോലീസാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കുട്ടി പീഡനത്തിനിരയായി എന്നതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും പിതൃ സഹോദരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും പുത്തൻകുരിശ് പോലീസാണ്. ഇത്തരത്തിൽ 2 പോലീസ് സ്റ്റേഷനുകളിലായി 2 പരാതികളാണ് നിലവിലുള്ളത്. കൂടാതെ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. 20 അംഗ അന്വേഷണ സംഘമായിരുന്നു നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. അത് 4 വനിതകൾ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു അന്വേഷണ സംഘം, പ്രത്യേക ഒരു അന്വേഷണ സംഘം തന്നെയാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരും മണിക്കൂറുകളിലടക്കം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ശരി. എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 4 വയസ്സുകാരി പീഡനത്തിന് ഇരയായത് അറിയില്ലെന്ന് അമ്മയുടെ മൊഴി. ഭർത്താവ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നതായി വിവരം കിട്ടി. തന്നെ ഒഴിവാക്കിയാൽ കുട്ടി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയുണ്ടായി. ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നും അമ്മ മൊഴി നൽകി. വിനയ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ദേശീയപാത തകർന്ന സംഭവത്തിൽ അടിയന്തര യോഗം വിളിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഉദ്യോഗസ്ഥരുമായും